അങ്ങനെ ടി വി കത്തിപ്പോയി ഗൈസ്. ടി വിക്ക് എന്താ പ്രശ്നമുണ്ട്, ഡിസ്പ്ലേയിലൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിൽ ടി വി നന്നാക്കുക എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഒന്ന് ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിൽ കാണിക്കാം. ഒന്ന് പുതിയ ടി വി വാങ്ങണോ, ഈ ടി വി റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കണം. കാര്യം വേറെ ഒന്നുമല്ല, ഈ പാനലൊക്കെ കംപ്ലൈൻ്റ് ആയ മറ്റേ വര വീണ് കഴിഞ്ഞാൽ ടി വി ആ പാനലൊക്കെ ശരിയാക്കി തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുമോ, ടി വി പൈസ എന്തെങ്കിലും ലാഭിക്കാൻ പറ്റുമോ എന്നുള്ള പരിപാടിയാണ് ഞാൻ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബിജു എന്നാണ് ചേട്ടൻ്റെ പേര്. എനിക്ക് നേരത്തെ പരിചയമുള്ള ചേട്ടനാണ്. എന്തായാലും വാ നമുക്ക് നോക്കാം. ബിജു ചേട്ടാ, ഈ ടി വി കംപ്ലൈൻ്റ് ആയി. സാംസങ്ങിൻ്റെ ആണ് സംഭവം. കുറച്ച് പഴയ മോഡലാണ്. പ്രശ്നം വേറെ ഒന്നുമല്ല കേട്ടോ. ഡിസ്പ്ലേയിൽ വരുമ്പോൾ നീല പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ വീഡിയോ ഞാൻ കണ്ടു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ വര വീണാൽ ശരിയാക്കും, ഡിസ്പ്ലേ പോയാൽ ശരിയാക്കും. അപ്പോൾ ഡിസ്പ്ലേ എന്തെങ്കിലും സർവീസ് ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കണം. എന്തായാലും ഈ മൈക്കൊന്ന് വെച്ചോ. നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആൾക്കാർ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. കാര്യം ഈ ടി വി എൻ്റെ കൊണ്ട് ഒരിടത്തുനിന്ന് വാങ്ങി കൊണ്ടുവന്നതാണ്. നല്ല ടി വി ആയിരുന്നു. ഇത്രയും നാൾ ഓടി. പ്രശ്നം എന്ന് വെച്ചാൽ നീല കളറിലുള്ള ഒരു ഇതാണ് വരുന്നത് നിലവിൽ. അപ്പോൾ ഈ ഡിസ്പ്ലേ ശരിയാക്കാൻ പറ്റുമെങ്കിൽ ഈ ഡിസ്പ്ലേ ശരിയാക്കണം. ഇനി അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റി. അപ്പോൾ എന്താണെന്ന് ചേട്ടാ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇതിപ്പം കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം പാനൽ ഡിസ്പ്ലേ പ്രോബ്ലം ആണ്. ഡിസ്പ്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് ഡിസ്പ്ലേ മാറ്റാതെ ഈ ഡിസ്പ്ലേ നമ്മൾ സാധാരണ ടി വിയിൽ ഇങ്ങനെ ലൈന് വീണ് കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ലൈന് വീഴുന്നത് റെഡിയാക്കാൻ പറ്റും. പക്ഷേ അത് എത്രത്തോളം സക്സസ് എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാലേ, കോഫ് കംപ്ലൈന്റ് ആയാലും അത് എന്ത് കംപ്ലൈന്റ്, ഇപ്പം ഒരുപാട് കോഫ് അടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അത് സക്സസ് ആയിട്ട് ചിലത് ഇരിക്കും, ചിലത് ഇരിക്കത്തില്ല. കാര്യം ഞാൻ ചോദിച്ചൊന്നുമല്ല. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആളുടെ വീട്ടിലെ ടി വിയിൽ വര വീണു. പുള്ളി കൊണ്ടൊന്ന് ആ വരയൊക്കെ മാറ്റി ഇപ്പൊ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ പുള്ളി കുഴപ്പമില്ല, ഒരു 2 മാസമായിട്ട് ശരിയാക്കി കാണുന്നുണ്ട്. അപ്പൊ പുള്ളിയാണ് പറഞ്ഞത് ഇതുപോലെ ബിജു കൊണ്ടുവന്നാൽ ശരിയാക്കാൻ പറ്റും. പുള്ളി വേറെ ഏതോ സ്ഥലത്ത് നിന്നാണ് ചെയ്തത്, ഇവിടെ നല്ല വേറെ അവിടെ നിന്നാണ് ചെയ്തത്. നിങ്ങളെ കൊണ്ടുവന്നപ്പോ അത് നിങ്ങൾ ശരിയാക്കൂല, വര വീണ് നിങ്ങൾ ശരിയാക്കി അതുകൊണ്ട് പിന്നെ പുള്ളി വേറെ സ്ഥലത്താണ് കൊടുത്തത്. നിലവിൽ നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇതിലെ ബോണ്ടിംഗ് മെഷീൻ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ല. നമ്മളിവിടെ ചെയ്യുന്നത് പാനൽ സർവീസിംഗ് ഉണ്ട്, അത് പോയിട്ട് മദർ ബോർഡ് സർവീസിംഗ് ഉണ്ട്, പാനൽ ചേഞ്ചിങ് ഉണ്ട്. നമ്മൾ മാക്സിമം പാനൽ കസ്റ്റമറുടെ അടുത്ത് പറയാറുണ്ട്, പാനൽ സർവീസ് ചെയ്താൽ കിടക്കത്തില്ല. കാര്യം നിലവിൽ പാനൽ എത്രത്തോളം സർവീസ് ചെയ്താലും അതിനൊരു ലൈഫ് ഉണ്ട്. ആ ലൈഫിൽ കൂടുതൽ ആ പാനൽ സർവീസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ പാനലായാലും വര വീണ് കഴിഞ്ഞ പാനലായാലും അത് ഏതാണ്ട് ലൈഫ് ഉണ്ട്. ആ ലൈഫിൽ കൂടുതൽ അത് കിടക്കത്തില്ല. അത് ചില കേസ് ചിലവർക്ക് ഒരു 6 മാസം കിടക്കുന്നവരുണ്ട്, ചിലപ്പോൾ 1 വർഷം കിടക്കുന്നവരുണ്ട്, ചിലപ്പോൾ 1 ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോ സർവീസ് ചെയ്യണമെങ്കിൽ ഒരു 1000-1500 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. എത്ര ദിവസമാണോ ഇത് വർക്ക് ചെയ്യും എന്നുള്ളൊരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്യാവശ്യം നല്ലൊരു ടി വിയാണ്, സാംസങ്ങിന്റെ 32 ഇഞ്ചിന്റെ ടി വിയാണ്. നമുക്കിത് ഇപ്പൊ റെഡിയാക്കി എടുക്കുന്നെങ്കിൽ പാനൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. പാനൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഏതാണ്ട് ഒരു 1/2 മണിക്കൂറിന്റെ ആവശ്യമുള്ളൂ. ഇതൊക്കെ ഇപ്പം ഒരു 32 ഇഞ്ചൊക്കെ ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ ചെയ്തു തരാൻ പറ്റും. വെയിറ്റ് ചെയ്ത് ഉടനെ ചെയ്യാൻ പറ്റും. ഇതിന്റെ പാനൽ, അതായത് ഈ ഒരു അവസ്ഥയിൽ കൂടെ ശരിയാക്കാതെ പാനൽ മൊത്തത്തിൽ മാറി, അതാണ് ഏറ്റവും ബെറ്റർ. കാര്യം അത്യാവശ്യം 15 രൂപ വിലയുള്ള ഒരു ടി വിയാണ്. അതിന്റെ പകുതിയിൽ കാട്ടിയും വില കുറവാണ് പാനൽ ചേഞ്ച് ചെയ്യുന്നതിന്. അപ്പോൾ അതാണ് ഏറ്റവും കാര്യം. ഇനിയൊരു ടി വി വാങ്ങണമെങ്കിൽ തന്നെയും അത്ര എമൗണ്ട് നോക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കാളും നല്ലത് ഇരിക്കുന്ന ടി വി മാക്സിമം യൂസ് ചെയ്യുക, അതാണ് ബെറ്റർ. ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോ കാണുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ കാണുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ക്യാമറ ഒന്ന് അടുത്തുകൊണ്ട് കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു എൻ്റെ ടി വിയിലെ പ്രശ്നം ഇതാണ്, കണ്ടില്ല, ഇങ്ങനെ ഒരു നീല പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലും, അല്ലെങ്കിൽ ഇതിങ്ങനെ ലൈൻ ഇങ്ങനെ വീഴുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് വന്നാലും ബിജുചേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ശരിയാക്കാൻ പറ്റും. പക്ഷേ അത് എത്ര നാൾ പോകും, അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ അല്ലെങ്കിൽ 1 ദിവസം ചിലപ്പോൾ അത് കിടക്കുള്ളൂ. അതായത് നമ്മൾ ഇതിന് വേണ്ടി ചിലവാക്കുന്ന പൈസ വെറുതെ വേസ്റ്റ് ആയിരിക്കും. നിലവിൽ ഈ കിടക്കുന്ന പാനലിനെ സർവീസ് ചെയ്ത് എടുക്കുന്നത് വേസ്റ്റ് ആയിരിക്കും എന്നാണ്
ബീച്ചേട്ടൻ പറയുന്നത്. അതിനെക്കാട്ടി പുതിയൊരു പാനൽ ഇട്ട് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ ഞാൻ ഈ ടിവിയുടെ പാനൽ മാറ്റിയെന്ന് വിചാരിച്ചു. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ഇപ്പൊ പുതിയ പാനൽ ഇടും. ആ പാനലിന് നമുക്ക് എന്തെങ്കിലും ഒരു സർവീസോ അല്ലെങ്കിൽ വാറന്റിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അതായത് പുതിയ പാനൽ മാറുന്നതിന് വാറന്റി ആയിട്ട് ഒരു ഷോപ്പുകാരും കൊടുക്കുന്നില്ല. കാര്യം നമ്മൾ ആ ഒരു പ്രോഫിറ്റിനാണ് ഒരു പാനൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കമ്പനിക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്രത്തോളം എമൗണ്ട് അവരിൽ നിന്ന് കസ്റ്റമറിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എല്ലാവരും പാനൽ മാറാൻ മടിക്കുന്നത് തന്നെ. അപ്പോൾ അത്രത്തോളം എമൗണ്ട് ഈടാക്കുമ്പോൾ ആരും പാനൽ മാറാൻ നിൽക്കത്തില്ല, പുതിയ ടി വിയിലോട്ട് പോകും. നമ്മൾ ഇടുന്ന പാനൽ ഒരിക്കലും കംപ്ലൈന്റ് വരത്തില്ല. ഇലക്ട്രോണിക് സാധനത്തിന് നമ്മൾ സ്പെയർ പാർട്സ് ആയാലും എന്തായാലും ഒരു ആളുകൾക്കും ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. ഗ്യാരണ്ടി എന്ന് പറയുന്നതെല്ലാം വെറുതെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പാനൽ കംപ്ലൈന്റ് വരത്തില്ല, ഇടുന്ന പാനൽ. കാര്യം എന്ന് വെച്ചാൽ ഈ സാംസങ്ങിലായാലും എൽ ജിയിലായാലും ഈ ഒറിജിനൽ പാനൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ബോയി അല്ലെങ്കിൽ എൽ ജി പാനൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ടി വി ലോക്കൽ വരുന്നുണ്ട്, ഒരു 5500 രൂപ എന്നൊക്കെ ഒരുപാട് പരസ്യത്തിൽ കാണുന്നുണ്ട്. അതിൽ വരുന്ന പാനലൊക്കെ സെക്കൻഡ് ക്വാളിറ്റി പാനലുകളാണ്, ഇഷ്ടംപോലെ ക്വാളിറ്റി കുറഞ്ഞ പാനലാണ്. അത്യാവശ്യം നല്ല പാനലുള്ളതിനെല്ലാം മാർക്കറ്റുണ്ട്, ഒരു പരസ്യത്തിലും വരുന്നില്ല, അതൊന്നും റേറ്റും കുറച്ച് കാണിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ വിഷയം എന്താണെന്നറിയാമോ, ഈ ഒരു ടി വി കുറച്ച് നാളായിട്ട് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കണം. ഇത് റെഡിയാക്കി തരാം. ഇത് ഞാൻ നിലവിൽ പുതിയൊരു വേറെ MI ടി വി ഉണ്ട്, 5 വർഷമായി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ റൂമിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പ്രശ്നം ഒരു ദിവസം പെട്ടെന്നായപ്പോൾ ഈ ഒരു അവസ്ഥയിൽ. ഇത് എന്തുകൊണ്ടായിരിക്കും? കാര്യം ഞാൻ നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടാണ് ഈ ടി വി ഉപയോഗിക്കുന്നത്. ചില ഇൻകേസ് വാട്ടർ ഡാമേജ് ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ഈ ഉറുമ്പ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കയറി അങ്ങനെ വരാം. പിന്നെ അത് പോയിട്ട് കാലപ്പഴക്കം കൊണ്ടും വരാം. ഇപ്പൊ ഏതൊരു ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് ആയാലും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം വരും. അതിൻ്റെതായിട്ടുള്ള അത് നമുക്ക് റെഡിയാക്കി എടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ബീച്ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ടി വി നമ്മൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. കാര്യം നമ്മളെ വീടിനകമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. ക്ലീൻ മീൻസ് നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് വെറുതെ ഇട്ടിട്ട് പോകും. ആ സമയത്ത് ഉറുമ്പ് പോലുള്ള ജീവികൾ വന്നിട്ട് ടി വിക്കകത്ത് കയറി ഉണ്ടാകുന്ന പ്രശ്നം ഈ ഒരു രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീടും പരിസരവും ഒന്ന് നല്ല, പരിസരം മീൻസ് വീട്ടിൻ്റെ വെളിയിൽ വൃത്തിയാക്കണം, അങ്ങനെയല്ല, നമ്മൾ ഈ ടി വി ഇരിക്കുന്ന ഭാഗം ഒന്ന് വൃത്തിയാക്കി വയ്ക്കണമെന്നാണ് പുള്ളി പറയുന്നത്. എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താൽ പോലും ഈ ഒരു ടി വി കുറച്ചും കൂടെ ക്ലീൻ ആയിരിക്കും. കാര്യം ഞാൻ ഇത് വച്ചിരുന്ന ഭാഗത്ത് എന്തായാലും എൻ്റെ റൂം, ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നത് അറിയാൻ പറ്റും. എൻ്റെ റൂം ഞാൻ ഇലക്ട്രോണിക്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തിക്കുറവുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ ഒരു ടി വി ഇങ്ങനെ വന്നതെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇതിപ്പം എൻ്റെ ടി വിയാണ്. ഇതുപോലത്തെ ഇപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരാൾ അവരുടെ ഏതെങ്കിലും ഇപ്പോൾ MIയോ സോണിയോ അത് ഏതെങ്കിലും ടി വി കൊണ്ടുവന്നാൽ നിങ്ങൾ 24 തൊട്ട് 55 വരെയുള്ള ടി വി, 55-65 വരെയുള്ള പാനൽ നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സാധനം സ്റ്റോക്ക് ഉണ്ട്, റെഡി സ്റ്റോക്ക് ആണ്. അത് കാണാം. നമ്മളിൽ 24 ഇഞ്ച് എന്ന് പറയുമ്പം ഇതാണ് വരുന്നത്, 24 ഇഞ്ചിന്റെ പാനല്. 32 ബോയ് എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്, ഫുൾ HD ആണ്. ഇത് ഫുൾ HD പാനലാണ്. ഇതെല്ലാം ഫ്രഷ് പീസാണ്, നല്ല ക്വാളിറ്റിയുള്ള. അതായത് ഫുൾ HD ആയിട്ട് വരുന്ന ടി വികളിൽ യൂസ് ചെയ്യുന്ന പാനലാണിത്. പിന്നെ 32 ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ നമ്മൾ സോണി അല്ലെങ്കിൽ LG അല്ലെങ്കിൽ സാംസങ് അതുപോലെ ടി വിക്ക് ഏകദേശം സെയിം ഡിസ്പ്ലേ ഏകദേശം സെയിം ആയിരിക്കും, ഏതാണ്ടൊക്കെ സെയിം ആയിരിക്കും. അത് കമ്പനി കാര്യം അതുപോലെ തന്നെ ചെയ്യുന്നല്ലേ? ഇത് HD റെഡിയാണ്. ഇതും ബോയ് പാനലാണ്. എല്ലാ റാക്കിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടല്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ബോക്സിൽ 17 പീസാണ് വരുന്നത്. ഇതാണ് പാനൽ, പുതിയതാണ്, ഫ്രഷ് പീസാണ്. ഉണ്ടല്ലോ, നമ്മൾ മാക്സിമം ടി വികളിൽ, അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള ടി വികളിൽ പാനൽ മാറ്റി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ റെഡിയാക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, റെഡിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ റെഡിയാക്കുക. മാക്സിമം പാനൽ സർവീസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സർവീസ് ചെയ്ത് യൂസ് ചെയ്യുക. അഥവാ ഒരുവിധം ക്യാഷ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയത് എടുക്കുമ്പോൾ ഇപ്പോൾ ഡൗൺ പേയ്മെന്റ് ആയാലും 5000 രൂപ അടയ്ക്കേണ്ടി വരും. കുറച്ച് പൈസ കൂടെ ഇട്ട് ഒരു സർവീസ് ചാർജും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ പാനൽ ചേഞ്ച് ചെയ്യും. ഒരുപാട് മെക്കാനിക്കുമാരുണ്ട് മാർക്കറ്റിൽ ആയാലും ഷോപ്പുകളിലിട്ട് ഒരുപാട് മെക്കാനിക്കുമാർ, അവരെ കൊടുത്താലും മതി. ഇപ്പൊ എന്റെ കടയിൽ തന്നെ വന്ന പാനൽ ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഒരുപാട് ജീവിത മാർഗങ്ങളാണ്. അപ്പോൾ അവർക്ക് ഇപ്പം ഇത് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഒരുപാട് ഓൺലൈൻ ഇതൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ ത്രൂ ആയിട്ട് ചെന്ന് ടി വി ഡയറക്റ്റ് പുതിയതായിട്ട് എടുക്കും. പക്ഷെ വിഷയം വേറൊന്നുമല്ല, ഇതിന് കറക്റ്റ് സർവീസ് ഒന്നും കിട്ടാറില്ല. പിന്നെ അടുത്തുള്ള ആയാലും അവർക്കായാലും ഒരു ജീവിത മാർഗമായിട്ട് നിങ്ങൾ ആളുകൾ സഹായിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. പാനൽ മാറി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളെ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കയ്യിൽ ഒരു ടി വി ഉണ്ട് ഇപ്പോൾ നിലവിൽ, ഒരു 6-7 വർഷം പഴക്കമുള്ള ടി വി ആണെങ്കിൽ പോലും
അത് എന്തെങ്കിലും ഇതുപോലത്തെ പാനൽ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ബോർഡ് കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ ടി വി എടുക്കുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സർവീസ് ചെയ്യാൻ പറ്റുമോ, നന്നാക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വര വീഴുന്ന പരിപാടി മാറ്റുന്ന ഒരുപാട് വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. അത് നിങ്ങൾ ആ പാനൽ നന്നാക്കാൻ നിൽക്കുന്നതിനെ കാട്ടി ആ പാനൽ മാറ്റിയിട്ട് ഒരു പുതിയ ആ ഒരു പാനൽ, ഞാൻ ഇപ്പോൾ ഉദാഹരണം ചോദിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ടി വിയുടെ പാനൽ മാറാൻ ഏകദേശം എത്ര പ്രൈസ് വരും? 5000, 6000 ആ റേഞ്ചിനകത്ത് വരും. അപ്പോൾ നമ്മൾ ആ ക്വാളിറ്റി തന്നെ കിട്ടും. നമ്മൾ ക്വാളിറ്റി കിട്ടും. ഓക്കെ, അതൊരു ഇപ്പം ഇതൊരു 5 വർഷം വരെ വർക്ക് ചെയ്ത ടി വിയാണ്. നമ്മൾ ഇനി മാറ്റുന്ന പാനൽ ഏകദേശം ആ ഒരു ഈ ഒരു സാംസങ്ങിന്റെ ടി വിന്റെ നിലവിൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരു 13,000-14,000 രൂപ വിലയുണ്ട്. അപ്പൊ അതിന്റെ ഒരു 6000 രൂപയ്ക്കകത്തുള്ളവരെന്ന് വെച്ചാൽ അത്ര പൈസ ആവുന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ ടി വി എടുക്കാൻ പോയാലും അത്രത്തോളം ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വീട്ടിലിരിക്കുന്ന ടി വിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത്രത്തോളം കടം വരുന്നുമില്ല. അടുത്തും ടി വി എടുക്കണമെങ്കിൽ നമ്മൾ പൈസ ചിലവാക്കിയല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ടെക്നീഷ്യന്മാർക്ക് ഇപ്പം ഇങ്ങനെ വന്നപ്പം വർക്ക് കുറവാണ്. അവരെ ജീവിതമാർഗ്ഗം ഇപ്പം മുട്ടി നിൽക്കുകയാണ്. അതായത് എനിക്കിപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ടത്തെ ടി വി ആൻഡ്രോയിഡ് വരുന്നതിന് മുമ്പ് ഉള്ള ടൈപ്പ് ടി വിയാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടി വി പുതിയതായിട്ട് എടുക്കണമെങ്കിൽ തന്നെ ഒരു 25,000-30,000 ആ റേഞ്ചിൽ നമുക്കിപ്പോൾ വില വരുന്നുണ്ട്. സ്മാർട്ട് ടി വികൾ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടി വികൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ടി വി ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴിറങ്ങുന്ന ടി വികളെന്ന് പറയുമ്പോൾ ക്വാളിറ്റി കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇത് നല്ല ക്വാളിറ്റിയുള്ള ടി വി ആയിരുന്നു. അതെ, അതിന് ഒരുപാട്, അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ചൈനയിൽ നിന്നൊക്കെ ഒരുപാട് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. കുറഞ്ഞതും വരുന്നുണ്ട്, നല്ലതും വരുന്നുണ്ട്. അപ്പം നല്ല പ്രോഡക്റ്റുകൾ വരണമെങ്കിൽ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ നല്ല പ്രോഡക്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറഞ്ഞ പ്രോഡക്റ്റുകളും വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വില കുറച്ച് കൊടുക്കുന്നതെല്ലാം കുറഞ്ഞ പ്രോഡക്റ്റാണ്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. നല്ല പ്രോഡക്റ്റിന് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. ഞാൻ പറഞ്ഞ കാരണം നല്ല നമ്മുടെ ഐഫാൽക്കൻ്റെ ടി വി എടുത്തിട്ട് പെട്ടെന്ന് 2 വർഷമൊക്കെ ആകുമ്പോൾ കംപ്ലൈൻറ്റ് ആയിപ്പോണ് ടി സി എല്ലിൻ്റെ. പക്ഷേ ടി സി എല്ലിൻ്റെ ടി വി എടുത്ത് അത്ര പ്രശ്നമില്ല. പക്ഷേ ഐഫാൽക്കൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിങ്ങിൽ എടുക്കുമ്പോൾ അത് അവർ 2 മാർക്കറ്റിൽ 2 റേറ്റിന് കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട്. ഒരു ടി വി ഒരു ഐഫാൽക്കണും കൂടെ കംപ്ലൈൻറ്റ് ആയിരിക്കും, ഞാൻ അത് കൊണ്ടുവരാം. അങ്ങനെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ്, നിങ്ങളെ ടി വി ഇപ്പോൾ പഴയ ടി വി ഇതുപോലെ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ HDMI ഒക്കെ ഉള്ള ടി വി ഒക്കെ ആണെങ്കിൽ നമുക്ക് ശരിയായി കഴിഞ്ഞാൽ ഈ ആൻഡ്രോയിഡ് ബോക്സ് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വീണ്ടും ടി വി കുറച്ച് നാളും കൂടെ അല്ലെങ്കിൽ 5-6 വർഷം കൂടെ നമുക്ക് വീണ്ടും കൊണ്ടുപോകും. അത് കഴിഞ്ഞ് പിന്നെ ടി വി കംപ്ലൈൻറ്റ് ആവുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു അപ്ഡേഷനോട്ട് പോകാമെന്നാണ് ഞാൻ പറയുന്നത്. വേറൊന്നുമല്ല, ഏത് ടി വി ആയാലും നിങ്ങൾ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ കൊടുത്ത് അവരെയും കൂടെ ഒന്ന് കാണിച്ചതിന് ശേഷം നിങ്ങൾ പുതിയ ഒരു ടി വിയിലോട്ട് പോകുക എന്നാണ് ഞാൻ പറയുന്നത് സത്യാവസ്ഥ. കാര്യം അത്രയും പൈസ മുടക്കാൻ പറ്റൂല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ പുതിയ ടി വിയിലോട്ട് പോകുക. അല്ല, മാക്സിമം റെഡിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലായാലും അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ചെയ്യാം. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, അടുത്തുള്ള ഷോപ്പിൽ എവിടെ ആയാലും കുഴപ്പമില്ല. നമ്മൾ ഇവിടെ തന്നെ വന്ന് ചെയ്യണമെന്നും ഞാൻ പറയുന്നില്ല. അത് വേറെ വിഷയം. കാര്യം എന്ന് വെച്ചാൽ മെക്കാനിക്കുകളായാലും അവരായാലും അതൊന്നും വിഷയമല്ല. അവർ കൊടുക്കുക, അവരെ ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്ത് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഞാൻ അറിയാലോ, ആംപ്ലിഫയറിന്റെ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ടി വിയുടെ പരിപാടി എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പൊ അതാണ് ടി വി കംപ്ലൈന്റ് എന്തായാലും നിങ്ങളത് ചോദിക്കാന്ന്. ടി വിയുടെ A to Z അല്ല, അതിന്റെ മദർ ബോർഡായാലും അതിന്റെ ഒറിജിനൽ ബോർഡായാലും, നമുക്ക് ഒറിജിനലായിട്ടുള്ള ബോർഡ് വരുന്നുണ്ട്. അതായത് ടി വി പൊട്ടിയ ടി വി എന്നൊക്കെ നമുക്ക് അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ ബോർഡെല്ലാം ബോർഡ് സ്റ്റോക്ക് ഉണ്ട്. അത് പോയിട്ട് തന്നെ കോംബോ ബോർഡ്, യൂണിവേഴ്സൽ ബോർഡ്, അങ്ങനത്തെ എല്ലാ ടി വിയുടെ ബാക്ക് ലൈറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ ടി വി ഒരു ടെക്നീഷ്യന്മാർ കൂടുതൽ വരുന്നത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട് ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇത് ബാലരാമപുരത്താണ്. ബാലരാമപുരം ജംഗ്ഷനിൽ നിന്ന് വലത്തോട് തിരിഞ്ഞ് വിഴിഞ്ഞം പോകുന്ന റോഡിലാണ് ഈ ഒരു കട ഉള്ളത്. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ടി വി കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നോളൂ, നിങ്ങൾക്ക് ഇത് സർവീസ് ചെയ്ത് തരും. പുള്ളി പറയുന്നില്ല ഇവിടെ തന്നെ കൊണ്ടുവരണമെന്ന് ഞാനും പറയുന്നില്ല. തൊട്ടടുത്തുള്ള കടയിൽ നിങ്ങൾ കൊടുത്ത്, നല്ല ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ അവരെ കൊടുത്ത് നിങ്ങൾ ചെയ്യിക്കുക. ഇവിടെ എന്തായാലും നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നന്നാക്കി തരും. നന്നാക്കാൻ ഒരു രീതിയിൽ നന്നാക്കാൻ പറ്റിയില്ല എന്നുള്ള അവസ്ഥ വരുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ പറയാം ഇത് ശരിയാക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവർ പറയുള്ളൂ. അവരെ കൊണ്ടത് ശരിയാക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ശരിയാക്കി തരും. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ എപ്പോഴും ചെയ്യുന്ന വീഡിയോകളെല്ലാം സത്യസന്ധമായിട്ടുള്ള രീതിയിൽ മാത്രമായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ഉടായ്പ വീഡിയോകൾ, ഇപ്പോൾ ഈ വീഡിയോയുടെ അടിയിലും നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ഇടാം ഉടായ്പ എന്നുള്ളത്, അതെനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഉടായ്പ അല്ലാത്ത രീതിയിൽ ഈ നമ്മുടെ നാട്ടിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ആ കാര്യമാണ് പുള്ളി ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. ലൈന് വന്നു കഴിഞ്ഞാൽ മാറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ കംപ്ലൈൻറ്റ് ആവാം, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് കംപ്ലൈൻറ്റ്. ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അത്രത്തോളം പൈസ ചിലവാക്കിയിട്ട് ഉടനെ കംപ്ലൈൻറ്റ് വരുന്നതിനേക്കാളും നല്ലത് പാനൽ മാറ്റാം.
ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. അതായത് അത്രത്തോളം പാനൽ റേറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കോഫ് ബോണ്ട് ചെയ്ത് ചെയ്യുന്നതിന് തെറ്റില്ല. ഈ ചെറിയ ടിവികൾ 32 43 പോലെ ടിവികളിൽ മാക്സിമം പാനൽ മാറ്റി ഉപയോഗിക്കുന്നതാണ് ബെറ്റർ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി. ഈ ടി വി ഇപ്പം നമുക്ക് അരമണിക്കൂറിനകത്ത് നമുക്ക് എന്തായാലും അരമണിക്കൂറിനകത്ത് പുള്ളി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട. നിങ്ങളുടെ ടി വി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളെ വീട് ട്രിവാൻഡ്രത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവരായിട്ട് സംസാരിക്കാം. പിന്നെ ടെക്നീഷ്യന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി ടി വിയിലെ എല്ലാ പാർട്സും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരമാണ് കട. അപ്പോൾ ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.